ബാക്ക് നല്ല പുക വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓയിൽ കത്തുന്നുണ്ടോയെന്ന് ടെൻഷൻ. പെട്ടെന്ന് വണ്ടി ഹെയർ പിൻ വെച്ച് ചാടി ഇറങ്ങി വണ്ടി നോക്കിയപ്പോൾ ചെറിയ അത്യാവശ്യം കല്ലൊക്കെ വരുമ്പോൾ കയറി അടി പിടിക്കുന്നുണ്ടെന്നുള്ള ഫീൽ എനിക്കുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കയറിപ്പോയി. കൺസെപ്ഷൻ എന്നുള്ള മെയിൻ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതൊരു 5000 കിലോമീറ്റർ ആകുമ്പോൾ കമ്പനി തന്നെ കൊണ്ടുപോയ ടോപ്പപ്പ് ചെയ്ത് തരും. ഓൾട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഓൾട്ടോ 800. അത് കഴിഞ്ഞിട്ട് സ്വിഫ്റ്റിലോട്ടാണ് ഞാൻ പോയത്. സുസുക്കി അറിയാമല്ലോ, ഒരു ധൈര്യമുണ്ട്, എവിടെ വേണോ എടുത്തോണ്ട് കൊണ്ടുപോകാം. വഴിയിലാവില്ല. ഹായ് ഹലോ, മാസ്റ്റേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് ഒരു ടൊയോട്ടയുടെ എത്തിയോസ് ക്രോസ് ആണ്. ഇത് പുള്ളി സെക്കൻഡ് എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ, എത്ര കിലോമീറ്റർ ഓടി, എന്തൊക്കെ കോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുള്ളിയുടെ തന്നെ ചോദിക്കാം. ഇതാണ് അഭിഷേക്, ഫോട്ടോഗ്രാഫറാണ്. സുഖം. ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് നൈസായിരുന്നു. ഇപ്പോൾ ഒരു മണാലി ട്രിപ്പ് പോയിട്ട് വന്നതേ ഉള്ളൂ, ക്ഷീണത്തിലാണ്. ഓക്കെ, നമുക്ക് വണ്ടിയിലോട്ട് വന്നു. വണ്ടി എടുത്തിട്ട് എത്ര നാളായിരുന്നു? വണ്ടി എടുത്തിട്ടൊരു 6 മാസമാവും. 6 മാസമാവും. എത്ര സെക്കൻഡ് എടുത്തതാണ്. ഇഷ്യൂ എന്ന് പറയാൻ ഒരു റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണത്. വേറെ പറയത്തെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഓയിൽ കൺസെപ്ഷൻ എന്നുള്ള മെയിൻ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതൊരു 5000 കിലോമീറ്റർ ആകുമ്പോൾ കമ്പനി തന്നെ കൊണ്ടുപോയ ടോപ്പപ്പ് ചെയ്ത് തരും. വേറെ കോസ്റ്റ് ഒന്നുമില്ല. ഇതിന് മുമ്പ് വണ്ടി നോക്കിയപ്പോൾ ഏതൊക്കെ ഈ ടൊയോട്ട മെയിനായിട്ട് ആദ്യം നോക്കിപ്പോയി. ഞാൻ ആദ്യം ഓൾട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഓൾട്ടോ 800. അത് കഴിഞ്ഞിട്ട് സ്വിഫ്റ്റിലോട്ടാണ് ഞാൻ പോയത്. ഞാൻ സുസുക്കി അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ സുസുക്കി പിന്നെ അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ടൊയോട്ടയിലുണ്ടായിരുന്നു, പുള്ളി പറഞ്ഞിട്ടാണ് എത്തിയോസിലോട്ട് നോക്കിയത്. പിന്നെ എത്തിയോസ് ക്രോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റഡ് സീരീസ് പോലെയാണ്. അങ്ങനെയാണ് ഇതിലോട്ട് പോയത്. പിന്നെ സിൽവർ കുറച്ചുകൂടെ ലിമിറ്റഡ് ആണ്. അങ്ങനെ കുറച്ച് ലിമിറ്റഡ് ഉള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ എടുത്തപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു? എടുത്തപ്പോൾ 45 ഓടിയിട്ടുണ്ട്. ഇപ്പൊ 64 ആയി. ഈ ഇത്രയും ഓടിയപ്പോഴത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ്? കംഫർട്ടാണ്, ലോങ് പോകാനൊക്കെ നല്ല കംഫർട്ടാണ്. ഞാൻ ഇതിൽ പാലക്കാട് വരെ പോയി, ഒറ്റ സ്ട്രെച്ചിനിരുന്ന് ഓടിച്ചു. അതൊരു വെഡിങ് വർക്കിനാണ് പോയത്. അത് നൈസായിരുന്നു. പിന്നെ ട്രാവൽ ചെയ്യാൻ ഒരു നൈസ് ഓപ്ഷനാണ് ഈ വണ്ടി. ഓപ്ഷനാണ്. വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും കംഫർട്ടാണ് ഇതിൽ പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മേജറായിട്ട് എന്തെങ്കിലും പണി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇതിൽ ഒരു പണിയും ചെയ്തിട്ടില്ല. വണ്ടി സെക്കൻഡ് എടുത്തെന്നാണല്ലോ പറഞ്ഞത്. സെക്കൻഡ് എടുത്തപ്പോൾ വണ്ടിയിൽ കുറച്ച് അവര് പണി ചെയ്യുന്ന അറിയാമല്ലോ. അങ്ങനെ ഒരു ബ്രേക്ക് പാഡ് 2 ബ്രേക്ക് പാഡ് മാറി. ബ്രേക്ക് പാഡ് അവർ ലോക്കൽ മാറി ഇതിലോട്ട് ഇട്ടു. കമ്പനി സാധനമാക്കി. കമ്പനി അവര് പറയുന്നത് ലോക്കൽ ഇട്ടാൽ ഡിസ്ക് പാഡ് തീരില്ല, ഡിസ്ക് തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മാറ്റി. വേറെ എനിക്ക് 2 ലോക്കൽ ഷോക്കാണ് ഇട്ടിരുന്നത്. ഷോക്ക് മാറി. വേറെ ഞാൻ വണ്ടിയിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചേഞ്ചും വരുത്തിട്ടില്ല. കിട്ടിയതുപോലെ തന്നെ ഇട്ടുണ്ട്. ഇതിന്റെ മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് എനിക്ക് ഡീസലാണിത്. എനിക്ക് 25 എബോ കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ടൊയോട്ടയുടെ വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടുന്നതാണ് പറയുന്നത്. ഇതിന്റെ പെട്രോൾ സീരീസ് വരുമ്പോൾ മൈലേജ് കുറവാണ്. ഇന്നോവയുടെ മൈലേജ് കിട്ടും, ഒരു 10-11 കിട്ടത്തുള്ളൂ. ഈ വണ്ടി ഇപ്പോൾ നമുക്ക് സെക്കൻഡ് എടുത്തെന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് എടുത്തത്? ഞാൻ ഇത് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു, അതർ സ്റ്റേറ്റ് വണ്ടിയായിരുന്നു. ഞാൻ ഇതെടുത്ത് ചെയ്താ എടുത്തത്. എല്ലാം അവരാ നോക്കിയത്. ഏകദേശം 45 രൂപ അടുപ്പിച്ചായി അതിന്റെ കോസ്റ്റ്. 45. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫോർച്യൂണർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇതുപോലെ ഡൽഹിയിൽ നിന്നാണ് വണ്ടി. അതാണ് എല്ലാവരും ഡൽഹിയിൽ മെയിനായിട്ട് ഡീസൽ നിർത്തിയല്ലോ, പൊല്യൂഷൻ്റെ അല്ലേ, അതുകൊണ്ട് ഉള്ള ആൾക്കാരെല്ലാം കൊടുത്തു പോവുകയാണ്, ഒഴിവാക്കുന്ന പോലെ പോകുക. എനിക്കിത് ഡൽഹി വണ്ടിയൊക്കെ പൊതുവേ വരുന്നത് മോശം കണ്ടീഷനിലാണ് വരുന്നത്. എനിക്ക് പക്ഷെ നല്ല കണ്ടീഷനിൽ കിട്ടി. അതെന്തോ ഭാഗ്യമാണല്ലേ. എന്റെ ഫ്രണ്ട് ആദ്യമേ പറഞ്ഞു, ഫ്രണ്ട് ഉണ്ടെന്ന്, അവന്റെ കോണ്ടാക്ട് വെച്ചിട്ട് ഇതിന്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ നോക്കി അങ്ങനെ എടുത്ത വണ്ടിയാണ്. ആക്സിഡന്റ് ഒന്നുമില്ല. പക്ഷെ ബമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ബമ്പർ. വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഇനി ഇതിൽ എന്തെങ്കിലും ചെയ്യാനുള്ള വല്ല പ്ലാൻ ഉണ്ടോ? ഇനി എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ ലോഗോ അങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് ഡീക്രോം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഒന്ന് LED കയറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. അതായത് നമുക്ക് പറ്റുന്ന ഇതില്, അതായത് റോഡിൽ ഇറങ്ങുമ്പോൾ MVD പൊക്കാത്ത രീതിക്കുള്ള രീതിക്കുള്ളത് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ പോലും പൊക്കും. ഈ വണ്ടി വാങ്ങിയ സമയത്ത് ഇന്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ അതുപോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നതാണോ? സ്റ്റീരിയോ വന്നിട്ട് നോർമലായിരുന്നു, ഡിസ്ക് ഇടുന്ന ടൈപ്പുള്ള പണ്ടത്തെ മോഡൽ 2015 വണ്ടിയായിരുന്നല്ലോ. അപ്പൊ ആ ടൈമിലുള്ള ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തെ ഫുൾ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തത് ടച്ച് സ്ക്രീൻ കയറ്റി, ആൻഡ്രോയിഡ് സിസ്റ്റം കയറ്റി, പിന്നെ
ഇതിൽ ഊഫർ സബ് ഊഫർ കയറ്റി, കയറ്റി പിന്നെ അത്യാവശ്യം അങ്ങനെ കുറച്ചുള്ള പണി കുറച്ച് ഇന്റീരിയർ അതെല്ലാം കൂടെ ചെയ്തപ്പോൾ എത്രയായി? അതെല്ലാം കൂടെ കോസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തു തന്നത്. പുള്ളി എനിക്ക് എല്ലാം കൂടെ ഒരു 15 രൂപയ്ക്കകത്ത് എല്ലാം കൂടെ സെറ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? അത് സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ് ആണ്. ഓഫർ വെച്ചത് ഞാൻ സെക്കൻഡ് ആണ്, എല്ലാം സെക്കൻഡ് എന്നുള്ള സെക്കൻഡ് ഒന്ന് ഫ്രഷ് വെച്ച് അങ്ങനെ പോയിട്ടില്ല. ആൻഡ്രോയിഡ് മാത്രം ഫ്രഷ് വെച്ച് വാറന്റി ഉള്ള പീസ്. ഈ ആംറസ്റ്റ് സെപ്പറേറ്റ് സെക്കൻഡ് എടുത്ത് വെച്ചല്ലേ? സെപ്പറേറ്റ് വെച്ചതാണ്, ഫ്രഷ് പീസ് വെച്ചതാണ്. ഇനി കമ്പനി വരുന്നില്ല. പിന്നെ ഒരു യൂണിവേഴ്സൽ ഒരു ഇത് വരുന്ന ടൈപ്പ് സാധനം വരുന്നതാണ്, അങ്ങനെ വെച്ചതാണ്. അതെത്രയാണ് എമൗണ്ട്? ഇത് എമൗണ്ട് വന്നിട്ട് 2000 അകത്ത് സ്റ്റോറേജ് വരുന്ന സ്പേസ്. അത്യാവശ്യം നല്ല ഉപയോഗമുള്ള സാധനമാണ്. എങ്ങനെ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്? അത് നമ്മുടെ ഒരു ലെഗ് സ്പേസും കാര്യങ്ങളും. സ്പേസ് എന്ന് പറഞ്ഞാൽ ലെഗ് സ്പേസ് ആയാലും അടിപൊളിയാണ്. ബാക്കിൽ കംഫർട്ട് ഉണ്ട്, അത്യാവശ്യം പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള നല്ലൊരു സ്പേസ് ആണ്. പിന്നെ കംപ്ലൈന്റ് ഇത് ഒരു റിവേഴ്സ് ക്യാമറ വെച്ചു. പിന്നെ ഇതിൽ തന്നെ ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതില് അത്യാവശ്യം എല്ലാം പ്രോപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഊഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇനി ക്യാമറ, അതായത് ഡാഷ് ക്യാമറയോ അല്ലെങ്കിൽ 360 ഡാഷ് ക്യാം സെക്യൂരിറ്റി പർപ്പസിന് വെക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. നമുക്കിപ്പോ എന്തെങ്കിലും പ്രൂഫ് കാണിക്കണോ എന്ത് സംഭവിച്ചാൽ? 360 താല്പര്യമില്ല. 360 വെക്കുന്ന വേസ്റ്റ് എന്നാ പറയുന്നത്. ആവശ്യമില്ല, ഡാഷ് വെച്ചാൽ മതി. പിന്നെ ഇത് ഒരു അത്യാവശ്യം ചെറിയൊരു വണ്ടിയാണ്, അത്യാവശ്യം ടൊയോട്ടയിൽ വരുന്ന ചെറിയൊരു വണ്ടിയാണ്. അപ്പൊ അതിന് നമുക്ക് കുറച്ചുകൂടെ വലിയ വരുമ്പോഴേ അതിന്റെ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിന്റെ സ്പേസ് ഒക്കെ നമുക്ക് അത്യാവശ്യം അറിയാം, അത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതല്ല എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ ഇതിനകത്ത് എനിക്ക് സ്റ്റിയറിംഗ് വീൽ ഒന്ന് റാപ്പും സ്റ്റിക്കും എല്ലാ സ്റ്റിക്കറെല്ലാം ചെയ്താൽ കൊള്ളാം. സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഈ ലോഗോ ഒന്ന് ബ്ലാക്ക് ചെയ്യാം, ഇത് പെയിന്റ് ചെയ്ത് ഇതും പെയിന്റ് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. സീറ്റ് സ്റ്റോക്കാണ്. ഇത് കംഫർട്ട് നോക്കിയിട്ട് ഇത് ഞാൻ വെച്ചേക്കുവാണ്. പക്ഷെ ഇതില് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് നല്ലൊരു കംഫർട്ടാണ്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, മഴയത്തൊക്കെ എന്തെങ്കിലും നനവ് വന്നാൽ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അത്രയും കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പുറകിലത്തെ ഒരു റൈഡിങ് കംഫർട്ടിനെ പറ്റിയൊക്കെ എങ്ങനെയാണ്? കുറച്ച് ബോഡി റോളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പുറകെ ഒരു 3 പേർക്ക് അത്യാവശ്യം ഇരുന്ന് കംഫർട്ടായിട്ട് പോകാൻ പറ്റും. അപ്പോൾ കുറച്ച് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബൂട്ട് എങ്ങനെയുണ്ട്? ബൂട്ട് സ്പേസ് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ഓഫർ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫോട്ടോഗ്രാഫറാണ് പുള്ളി, എല്ലാം അതിന്റെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും വെക്കേണ്ട സ്പേസിലാണ് ഊഫറൊക്കെ കയറ്റി വെച്ചേക്കുന്നത്. അത്യാവശ്യം ലോങ് പോകുകയാണെങ്കിൽ ഊഫർ ഇളക്കി മാറ്റി വെച്ചിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട്. നല്ല വർക്കിന് പോകുമ്പോഴത്തേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ ഈ വണ്ടിയായിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ നല്ല ലോങ് ഒക്കെ പോയത് പാലക്കാട് തന്നെയാണോ? വേറെ എന്തെങ്കിലും? പാലക്കാട് നെല്ലിയാമ്പതി പോയിട്ടുണ്ട്, ഓഫ് റോഡ് കയറി. എങ്ങനെയുണ്ടായിരുന്നു? ഓഫ് റോഡ് അത്യാവശ്യം പ്രശ്നമില്ലാതെ കയറിപ്പോയി. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, കയറോ ഇല്ലേന്നൊരു പേടി. ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു പക്ഷെ അത്യാവശ്യം ചെറിയ അത്യാവശ്യം കല്ലൊക്കെ വരുമ്പോൾ കയറി അടി പിടിക്കുന്നുണ്ടെന്നുള്ള ഫീൽ എനിക്കുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കയറിപ്പോയി. നമുക്ക് ചെറിയൊരു പേടിയാണ്, നമുക്കൊരു സൈസ് നമുക്ക് അറിയാമല്ലോ മറ്റേ വണ്ടിയൊക്കെ ചെയ്യുമ്പോൾ. അത്യാവശ്യം കെയർ ചെയ്ത് കയറ്റിയത് കൊണ്ട് വണ്ടി കയറിപ്പോയി. പിന്നെ എനിക്ക് അങ്ങനെ ടയർ വേറെ ഇഷ്യൂ, ക്ലിയറൻസ് കുറവെന്ന് പറഞ്ഞാൽ തീരെ കുറവല്ല, എന്നാൽ ഓഫ് റോഡ് വണ്ടിയുടെ അപേക്ഷിച്ച് ഒക്കെയാണെങ്കിൽ ഓക്കെയാണ്, കയറിപ്പോവും. അതായത് അത്യാവശ്യം എക്സ്പെർട്ട് ഡ്രൈവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ച് കയറ്റാൻ പറ്റും, എവിടെയും കയറും പോയി. അപ്പോൾ ഈ വണ്ടിക്ക് വന്നിട്ടുള്ള ഈ ചെറിയ പണികളാണെങ്കിലും എങ്ങനെ സർവീസ് സെന്ററിലാണോ കയറ്റുന്നത്, അതേ പുറത്താണോ? ഫുള്ള് കമ്പനി സർവീസ് മാത്രമേ ചെയ്യാറുള്ളൂ. എങ്ങനെയുണ്ട് അവിടെ? തൃപ്തനാണോ? ഹാപ്പിയാണ്. അപ്പോൾ അവിടുത്തെ സർവീസിന്റെ കോസ്റ്റും കാര്യങ്ങളും എങ്ങനെയാണ്? സാധാരണ ടൊയോട്ടയുടെ വണ്ടിക്ക് അധികം കോസ്റ്റ് വരുന്നില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. സത്യമാണ്, കോസ്റ്റ് ഒന്നും ആവാറില്ല. ഒരു നോർമൽ, ഞാൻ ഇപ്പോൾ ഒരു റോയൽ എൻഫീൽഡ് ഉണ്ട്, അത് കമ്പനി കയറ്റുമ്പോൾ എത്ര രൂപയാവും? സെയിം ഇതും ആവുന്നുള്ളൂ. ആണല്ലേ? ഒരു 5,000 to 7,000 അകത്തെ ഒരു സർവീസ് ആവുന്നുള്ളൂ. ഇത് ഒരുവിധപ്പെട്ട ആൾക്കാർ എല്ലാം കമ്പയർ ചെയ്യുന്നത് എൻഫീൽഡുമായിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പജേറോ ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ സർവീസ് കോസ്റ്റ് ഇതേപോലെ ചോദിച്ചായിരുന്നു. മിസ്സുബിഷിയുടെ വണ്ടിക്കുള്ള അവർ പറഞ്ഞത് ഞാൻ കണക്കൂട്ടിയപ്പോൾ എൻ്റെ വണ്ടിക്ക് ആ ഒരു എമൗണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളെല്ലാം അവിടെ ഓക്കെയാണ്. എവിടെയാണ് ഏത് സർവീസ് സെൻ്റർ കൊടുക്കുന്നത്? ഞാൻ നിപ്പോണിൽ, ട്രിവാൻഡ്രത്ത് പൊതുവെ 2 എണ്ണേ ഉള്ളൂ, നിപ്പോണും കൈരളിയും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൈരളിയിൽ, നിപ്പോണിലും ഉണ്ട്. അതേപോലെ രാവിലെ വിളിച്ചിട്ട് എവിടെ അവൈലബിൾ ആയിട്ടുണ്ടോ അവിടെ കൊണ്ടു കൊടുക്കും. രണ്ടിടത്തും സെയിം ആണ് ഏകദേശം, കുഴപ്പമില്ല. വേറെ ടൈമിനൊന്നും വേറെ ഇതൊന്നുമില്ല. രാവിലെ കൊടുത്തിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ സർവീസ് ഓയിലും ചേഞ്ച് ഫുൾ പക്കയായിട്ട് തരും. അവർ ചെയ്യുന്ന പണിയിലും തൃപ്തനാണ്.
അപ്പോൾ ടോട്ടലായിട്ട് പറഞ്ഞ വണ്ടി എടുത്തതിൽ വേറെ വാല്യൂ ഫോർ മണി. അതെ, വാല്യൂ ഫോർ മണി. സുസുക്കി നിന്ന് മാറിയപ്പോൾ നല്ല ഹാപ്പിയാണ്. ഒരു ടെൻഷനൊക്കെ മാറി വിശ്വസിച്ച് കൊണ്ടുപോയി അവിടെ. ഓക്കെ, സുസുക്കി ഇതിലോട്ട് മാറി വന്നപ്പോൾ മേജറായിട്ട് തോന്നിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കൊണ്ട് ഹാപ്പിയാണ്, അല്ലെങ്കിൽ അതിലില്ലാത്ത എന്തെങ്കിലും ഒരു പറയാനായിട്ട്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ കംഫർട്ട്, ഒന്നാമത്തെ കേസ് കംഫർട്ട്. പിന്നെ ഒരു എവിടെയും വിശ്വസിച്ച് എടുത്തോണ്ട് പോവാം. പിന്നെ മറ്റതും എടുത്തോണ്ട് പോവാം. മാരുതിയിലുള്ള ഒരു നല്ല ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണോ എടുത്തോണ്ട് പോവാം. ഏത് സർവീസ് സെന്റർ, എവിടെ ഏത് ലോക്കൽ വർക്ക്ഷോപ്പിലാണെങ്കിൽ എടുത്ത് പണി ചെയ്യാം. ഇതും അതേപോലെ ചെയ്തിടാന്നല്ല, പക്ഷെ ഇത് ഒരു ധൈര്യമുണ്ട്. എവിടെ വേണോ എടുത്തോണ്ട് കൊണ്ടുപോകാം. വഴിയിലാവില്ല. ഒരു എൻ്റെ ഫ്രണ്ട്, ആ പുള്ളി സർവീസ് സെന്ററിലുണ്ടായിരുന്ന പുള്ളി പറഞ്ഞാണ്, ടാക്സി വണ്ടി ഉണ്ടായിരുന്നു അവിടെ. ഒരു ടാക്സി വണ്ടി വന്നു, അത് എൻജിൻ ലൈറ്റ് ഓയിൽ ഇല്ല എന്നുള്ള ഇൻഡിക്കേഷൻ വന്നിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ വണ്ടിയിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു തുള്ളി ഓയിൽ പോലും വണ്ടിയില്ല. എന്നിട്ട് വണ്ടി ഓടി, ഒന്നുമില്ലാതെ വണ്ടി ഓടിയെത്തി. അതുകൊണ്ട് അവർ പറഞ്ഞൊരു ധൈര്യം എന്ന് വെച്ചാൽ വണ്ടി വഴിയിലാവില്ല, ഒരിക്കലും നിങ്ങളെ വഴിയിലാക്കില്ല. പിന്നെ ഞാൻ ഇതും കൊണ്ട് കൊടൈക്കനാൽ പോയി. പളനി കൊടൈക്കനാൽ കയറി, ഫോറസ്റ്റ് വഴിയാണ് കയറിയത്. തിരിച്ചു വന്നപ്പോൾ വണ്ടിയിൽ ബാക്ക് നല്ല പുക വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓയിൽ കത്തുന്നുണ്ടോയെന്ന് ടെൻഷൻ. പെട്ടെന്ന് വണ്ടി ഹെയർ പിൻ വെച്ച് ചാടി ഇറങ്ങി വണ്ടി നോക്കിയപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിയപ്പോൾ പിന്നെ ഇഷ്യൂ ഒന്നുമില്ല. സർവീസ് സെന്ററിൽ കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞ് ലോ ക്വാളിറ്റി ഫ്യൂൽ അടിച്ചു തന്നെയാണ്, കത്തിപ്പോയതാണ്. ഞാൻ നോക്കിയപ്പോൾ ബാക്ക് ഫുള്ള് പുക. ഞാൻ വിചാരിച്ചു പോകെന്ന് വിചാരിച്ചു ആദ്യം, പോകല്ല, ഇതാണ് ഇഷ്യൂ. അപ്പൊ സുസുക്കിന്ന് ഇങ്ങോട്ട് വന്നു. ഇനി ഇതിൽ നിന്ന് ഇനി എങ്ങോട്ടെങ്കിലും ഒരു പ്ലാൻ എന്തെങ്കിലും? എനിക്ക് ഇനി ടൊയോട്ട എന്ന് മാറുന്ന ഒരു പ്ലാൻ ഇല്ല. എനിക്കിനി ഫോർച്യൂണറിലോട്ടൊരു താല്പര്യമുണ്ട്, ചെറിയൊരു കണ്ണുണ്ട്. പക്ഷെ അതും ഇങ്ങനെ നിൽക്കുവാണ്. എനിക്ക് ഇത് കൊടുക്കാൻ ഇനി പ്ലാനില്ല എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. അപ്പോൾ എടുക്കുന്നെങ്കിൽ ഫോർച്യൂണറും കൂടെ ചിലപ്പോൾ ഭാവിയിൽ ഇത് ഇവിടെ തന്നെ കാണും. കൊടുക്കാൻ ഒരു മനസ്സിലാകുന്നില്ല, ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിന്ന് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടു പോയി വണ്ടിയോട്, അത്ര വലിയ പ്രണയത്തിലായിപ്പോയി. അതുകൊണ്ട് ഇനി വണ്ടി വേറെ ഇനി മാറ്റിയെടുക്കാനോ അങ്ങനെയുള്ള യാതൊരു പ്ലാനും ഇല്ല. ഒരുവിധപ്പെട്ട എല്ലാ ടൊയോട്ടയുടെ ആൾക്കാരും സംസാരിക്കുമ്പോൾ ഇത് തന്നെയാണ് പറയണത്. വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരാരും അങ്ങോട്ട് മാറ്റാൻ പോകുന്നില്ല. അപ്പോൾ കൊടുത്ത പൈസയ്ക്ക് മുതലായ ഒരു വണ്ടി തന്നെയാണിത്. അപ്പോൾ എന്തായാലും കൊള്ളാം, ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാമെന്നാണ് പുള്ളി പറയുന്നത്. ഒരുപാട് ആൾക്കാർക്ക് സജഷൻ ചെയ്യാം അല്ലേ നമുക്ക് സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ? അവൻ സജസ്റ്റ് ചെയ്തിട്ടാണ് ഇതെടുത്തത്. ഇപ്പോൾ ഞാൻ 2-3 പേർക്ക് സജസ്റ്റ് ചെയ്തു. അവന് സെക്കൻഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി സ്റ്റോപ്പ് ചെയ്തല്ലോ ഇപ്പോൾ. ഇല്ല, അതുകൊണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് ഇനി സെക്കൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് എടുക്കുക എന്നുള്ളൊരു ഓണറിൻ്റെ തന്നെ ഒരു റിവ്യൂ ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് എഴുതുക. നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓണാക്കി ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.